ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കുക. 5,90,000 രൂപക്ക് വെറും 51,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫുൾ ടാങ്ക് ഫ്യൂല്, പെട്രോൾ ആട്ടെ ഡീസൽ ആട്ടെ, ഏതാണ് നമ്മൾ ഫുൾ ടാങ്ക് ആണ് കൊടുക്കും. ഏത് വാഹനം ഫുൾ ടാങ്ക് റീപ്ലേസ് ഇല്ലാത്തൊരു വാഹനം 1,90,000 ചെറുതായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡീസൽ ഓട്ടോമാറ്റിക്കലി അതും ഫുൾ ബ്ലാക്കിൽ ബഡ്ജറ്റ് പ്രൈസിൽ കറക്റ്റ് നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ 8,50,000 രൂപ, 9,35,000 വരെ ലോണും ചെയ്യാം. അപ്പൊ അതാണ് നമുക്കൊരു 3-4 മാസം ക്യാഷ് ബാക്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പൊ ഒരു 3-4 മാസത്തെ ഒരു 4-5 മാസത്തെ EMI നമുക്ക് ഓൾറെഡി വേണമെങ്കിൽ ക്യാഷ് ബാക്കിൽ നമുക്ക് വാങ്ങാൻ പറ്റും. വിഷുവിന്റെ വെടിക്കെട്ട് ഓഫർ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഏകദേശം 100-100ഓളം വാഹനങ്ങളുണ്ട്. ഏത് റേഞ്ചിലെ വാഹനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഏറ്റവും ചെറിയ പ്രൈസിൽ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പൊ നമ്മള് എന്താണ് വിഷയമായിട്ട്, അതായത് ഈ ഏപ്രിൽ 14 വരെയുള്ള കസ്റ്റമേഴ്സിന് ഏത് വാഹനം വിഷു വരെയുള്ള ഏത് പർച്ചേസിനും ഫുൾ ടാങ്ക് ഫ്യൂല്, പെട്രോൾ ആട്ടെ ഡീസൽ ആട്ടെ, ഏതാണ് നമ്മൾ ഫുൾ ടാങ്ക് ആണ് കൊടുക്കും. ഏത് വാഹനം ഫുൾ ടാങ്ക് എടുക്കാം. അപ്പൊ സ്പെഷ്യൽ ഓഫർ ആണ്. ഏകദേശം വലിയ വാഹനമൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക്. അതെ, ഈ ഒരു 14 ദിവസത്തേക്കുള്ള മാത്രം ഓഫറാണ്. മാക്സിമം ഉപയോഗപ്പെടുത്തുള്ളൂ. ഇത് റേറ്റ് കൂടുതലൊന്നുമില്ല. റേറ്റ് ഏറ്റവും ലോ പ്രൈസിൽ നമുക്ക് കൊടുക്കാനും പറ്റും. അതുപോലെ തന്നെ CNG ഉള്ള വണ്ടികൾ ഫുൾ ടാങ്ക് പെട്രോളും ഫുൾ ടാങ്ക് CNG കൊടുക്കും. രണ്ടും കൊടുക്കും. അപ്പൊ ഇടിവെട്ട് ഓഫർ ആണ് അല്ലേ. അപ്പൊ നമുക്ക് വിഷുവിന്റെ വെടിക്കെട്ട് ഓഫറിന് പുറമെ RV മോട്ടോഴ്സിന്റെ ഒരു സ്പെഷ്യൽ ഓഫർ കൂടിയാണ്. അതിൽ നമുക്ക് ഫുൾ ഓണൊക്കെ എത്ര വാഹനങ്ങൾ ഉണ്ടാവും? 100 വാഹനങ്ങൾ ഉണ്ട് നമ്മുടെ അടുത്ത് ടോട്ടലി. അതിൽ 70 വാഹനവും ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾ. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം പിന്നെ ആധാറും പാൻ കാർഡും നമ്മുടെ ട്രാക്ക് 24 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫുൾ എമൗണ്ട് ലോണും പാസ് ആവും. അത് നിങ്ങളെ സിബിലും ബാങ്കിങ്ങും ഇൻകം പ്രൂഫ് ഉണ്ടായാൽ മതി. അപ്പൊ നമ്മുടെ ഓഫർ ഉണ്ടോ എന്നുള്ള സംശയത്തിനാണ് ബ്രസ ഡീസൽ അല്ലെ. നമുക്ക് പൊതുവെ ഇപ്പൊ ഇതിന്റെ ഒരു മാർക്കറ്റ് കാര്യങ്ങളൊക്കെ അറിയാം. ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണ്. അതെ, അപ്പൊ ഇതിന്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങള് 5,90,000 രൂപക്ക് വെറും 51,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി ഉണ്ട്, 2026 വരെ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അപ്പൊ അതാണ് ഇതിന്റെ ഓഫർ റേറ്റുകൾ കേട്ടല്ലോ. ഇതേപോലെ നമ്മൾ മാക്സിമം പ്രൈസ് കുറച്ചിട്ടാണ്. RB മോട്ടോഴ്സിലാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് RB മോട്ടോഴ്സ് ഉള്ളത്. കറക്റ്റ് ലൊക്കേഷൻ വണ്ടൂര് ടു പെരിന്തൽമണ്ണ റോട്ടിൽ പുളിയക്കോടാണ് നമ്മുടെ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പൊ അതാണ് നമുക്ക് നല്ല ഓഫർ റേറ്റ് ആണ്. ഫസ്റ്റ് വാഹനം നമ്മളൊരു ജസ്റ്റ് സാമ്പിൾ ആയി കാണിച്ചതാണ്. അപ്പൊ നമ്മൾ ഏകദേശം 18-20 മൈലേജ് കിട്ടുന്ന വണ്ടി. കിലോമീറ്റർ ഹൈലൈറ്റ് ആണ്. പുറത്തുനിന്ന് വണ്ടി വെച്ച് നമുക്ക് കിലോമീറ്റർ വാറണ്ടി പ്രശ്നങ്ങളൊന്നുമില്ല. 2026 ലാസ്റ്റ് വരെ 26 ഫെബ്രുവരി വരെയുള്ള സർവീസ് ഹിസ്റ്ററിയുടെ PDF നമ്മുടെ കയ്യിലുണ്ട്, നിലവിലുണ്ട്. അതും സിംഗിൾ ഓണർഷിപ്പ്, UP 16 നോയിഡ RTO ഓഫീസ്, അതും കമ്പനി ഇൻഷുറൻസ്, ബമ്പർ ഇൻഷുറൻസ് ഉണ്ട് നിലവിൽ. അതെ, VDI പ്ലസ് ആണ് ഇത് വരുന്നത്. കമ്പനി അലോയ് വീല്, അതുപോലെ തന്നെ ഡുവൽ ടൂൺ, അതുപോലെ തന്നെ കുറച്ച് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് കമ്പനി വരുന്ന പാക്കേജ് ആയിട്ട് അത് അടിപൊളി ലെതർ സീറ്റ് കവർ. കിലോമീറ്റർ 51,000 ജെന്യുവിൻ ആണ്. പിന്നെ ഗ്ലാസ് ഞാൻ അവിടുന്ന് കമ്പനിയിൽ തന്നെ മാറ്റിയിട്ടാണ് പോകുന്നുള്ളത്. അതും ആ ഹിസ്റ്ററിയിലും അത് ഷോറൂമിൽ ഉണ്ടാവും. അതെ, ഗ്ലാസിന് ചെറിയ ക്രാക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കല്ലടിച്ചൊരു പാടുണ്ടായിരുന്നു. അത് കമ്പനിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. 5,90,000 രൂപ. 590. അത് വിത്ത് നിങ്ങളെ പേരിലോട്ട് NOC എടുത്തു കഴിഞ്ഞാൽ തന്നെ ഫുൾ എമൗണ്ട് ലോണും ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഡീസൽ വണ്ടിയാണ് 18-20 കിട്ടും. ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ് നമുക്ക് കിലോമീറ്റർ വാറന്റി ആണ്, സർവീസ് ഹിസ്റ്ററി ഉണ്ട്, പ്ലസ് നമുക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കണ്ടീഷനിലാണിത്. നമുക്കൊന്ന് വന്നിട്ട് കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ നമുക്ക് ടച്ചപ്പും പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഇതേപോലത്തെ കിലോമീറ്റർ കുറഞ്ഞ 3 ബ്രസ്സുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പൊ അതാണ് ബ്രസ് നോക്കുന്നവര് തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. അടുത്ത നമുക്കൊരു വീഡിയോ ഓപ്ഷനിൽ വരുന്ന റിഡ്സ് ആണ്. 2011 ഡിസംബർ വണ്ടി. 2011 ഡിസംബർ ആണ്. KL60 രജിസ്ട്രേഷൻ ആണ്. VDA ആണ്. AC ഒറിജിനൽ കേരള വണ്ടി. AC പവർ സ്റ്റാരിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട്. ഇതുവരെ ഈ സാധനത്തിന്റെ ഒരു റീപ്ലേസ് ഇല്ല. ഗ്ലാസോ ഡോറോ ഒന്നും റീപ്ലേസ് ഇല്ല. 100% ഗ്യാരണ്ടി പറയാൻ പറ്റും ഓപ്ഷൻ ആണ്. അതും വിത്ത് ഫാൻസി നമ്പർ എല്ലാം വരുന്ന വണ്ടിയിലാണ്. ഈ ഒരു വാഹനം നമുക്ക് 1,90,000 ആണ് റേറ്റ് പറഞ്ഞത്. 1,90,000 എന്തെങ്കിലും ചെറിയ മാറ്റത്തിൽ കൊടുക്കാൻ പറ്റും. VDA ആണ്. റീപ്ലേസും കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിലില്ല. 2011 ലാസ്റ്റ് വണ്ടിയാണ്. നമുക്ക് കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഏകദേശം 18-20 മൈലേജ് കിട്ടും. അതും നമുക്ക് റീപ്ലേസ് ഇല്ലാത്തൊരു വാഹനം 1,90,000 ചെറുതായിട്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്തതിന്റെ ഇടയിൽ ഒരു ചെറുവാഹനാണ്. നമ്മളിങ്ങനെ ഓർഡർ അനുസരിച്ച് പോവാണ്. VXI ഓപ്ഷനിൽ വരുന്ന ഒരു K സീരീസ് എഞ്ചിൻ ഫസ്റ്റ് ജനറേഷൻ കേട്ടുണ്ട്. ഫസ്റ്റ് ജനറേഷൻ ആണ്. VXI ആണ്. കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ജനറേഷൻ കൂടിയാണ്. 11 മോഡലാണ്. ഇതെന്താ ഇഷ്ടപ്പെടാനുള്ള കാരണം? VXI 1.2 വാഗനറിന്റെ എഞ്ചിൻ വരുന്ന വാഹനമാണിത്. അതുകൊണ്ടാണ് ഇതിന് ഏറ്റവും കൂടുതൽ ആരാധകർ കൂടുതലുള്ളത്. ഈ ഒരു വാഹനം നമുക്ക് ഓഫർ ഉണ്ട്. 1,45 നമുക്ക് വാഹനം പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. 1 ലക്ഷം രൂപ ലോണും കിട്ടും.
ഒരു 10-40 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി വെഹിക്കിൾ ആണ്. അതും നല്ല അടിപൊളി ലെതർ സീറ്റ് കവർ ഉണ്ട്, AC പവർ സ്റ്റാരിംഗ്, 2 ഡോർ പവർ വിൻഡോ ആണ് VXI വരിക. 4 ഡോർ പവർ വിൻഡോ കമ്പനി വരുന്നില്ല. അതുപോലെ തന്നെ നല്ല അടിപൊളി സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 140 ഒരു 40 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. അടുത്തൊരു റെനോ ഡസ്റ്റർ ആണ്. അതെ, നമുക്ക് 85 അല്ലത് വരുന്നത്, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് പിന്നെ 1 ടണ്ണിൽ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത്. അതും റയർ പീസ് മാത്രമല്ല, കമ്പനി സർവീസ് ആണ്. ഇതുവരെയുള്ള ബില്ല്, സർവീസ് ബില്ല് ഇതിന്റെ അകത്തുണ്ട്. ഇപ്പൊ ഒരു 10-60,000 രൂപ കൊടുത്ത് കമ്പനി സർവീസ് മൊത്തം ചെയ്തിട്ടാണ്, മേജർ സർവീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി ലെതർ സീറ്റ് കവർ ഉണ്ട്, ഇൻഷുറൻസ് പുത്തൻ ഇൻഷുറൻസ്. അതും ഈ വാഹനം 5,90,000 രൂപ കൊടുക്കാം. 5,90,000 ബെസ്റ്റ് പ്രൈസ് ആണ്. നമുക്ക് CVT ഓട്ടോമാറ്റിക്, അതും ഡീസല് പ്ലസ് നല്ല മൈലേജും നല്ല കംഫർട്ട് പെർഫോമൻസ് ഉള്ള പെർഫോമൻസ്. ഒരു സ്വിഫ്റ്റിന്റെ പ്രൈസിന് നമുക്ക് ഉണ്ടോ 5,90,000 നമുക്ക് 5 ലക്ഷം വരെ ലോൺ ചെയ്തു കൊടുക്കാം. ഒരു 90 രൂപ വണ്ടി ഇറക്കാൻ ഒറിജിനൽ കേരള വണ്ടിയാണ്. 4 ടയറും പുതിയ ടയറാണ്. അത്യാവശ്യം വേറെ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിലില്ല. നല്ല ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് RXZ ആട്ടോ. RXZ ഓപ്ഷൻ വരുന്നതാണ് ഏറ്റവും ടോപ്പ് ഡീസൽ ഓട്ടോമാറ്റിക്. അത് നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസിൽ 7 സീറ്റർ ഹോണ്ടയുടെ BRV ആണ്. ഹോണ്ട BRV ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനമാണ്. അതും എസ് വേരിയന്റ് ആണ്. പക്ഷേ അഡീഷണൽ ആയിട്ട് നല്ല അടിപൊളി കമ്പനി ഹോണ്ടന്റെ അലോയ് വീലും കാര്യങ്ങളൊക്കെ, ഡയമണ്ട് കട്ട് വീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്, ലെതർ സീറ്റ് കവർ ഉണ്ട്, ഫാൻസി നമ്പർ ഉണ്ട്. പിന്നെ ഒരു ഹൈലൈറ്റ് കിലോമീറ്റർ 95,000 കിലോമീറ്റർ വിത്ത് ജെന്യൂൻ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഇൻഷുറൻസ് പുതിയത് കസ്റ്റമർക്ക് എടുത്തു കൊടുക്കും. ഗ്ലാസോ ഡോറോ ഒന്നും റീപ്ലേസ് ഇല്ല. ഈ ഒരു വാഹനം നമുക്ക് 5,90,000 രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. ഒരു ബെസ്റ്റ് പ്രൈസിന് 7 സീറ്റർ. ഇതിന്റെ ഹൈലൈറ്റ് നമുക്ക് മൈലേജും മെയിൻ്റെനൻസും വളരെ കുറവാണെന്നുള്ളതാണ്. മൈലേജ് ആണെങ്കിൽ 22-23 കിലോമീറ്റർ മൈലേജ് 7 സീറ്ററിനാണ്. ഇൻഷുറൻസ് ആണെങ്കിൽ 4,500 രൂപ തേർഡ് പാർട്ടി വരുന്നുള്ളൂ. ലോങ്ങിൽ ഫസ്റ്റ് ക്ലാസ് ഒക്കെ ആണെങ്കിൽ 6,000-7,000 രൂപ റേറ്റിൽ വരുന്നുള്ളൂ. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. 5,90,000 ഫുൾ ലോണിൽ 7 സീറ്റർ 2017 ലാസ്റ്റ്. ഇനി വീണ്ടും നമുക്ക് BRV തന്നെയാണ്. ഇതും ഡീസൽ തന്നെയാണ് വരുന്നത്. ഇത് പെട്രോളും വിത്ത് CNG ആണ്. CVT ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വിത്ത് CNG, ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന വാഹനമാണ്. സർവീസ് കാര്യങ്ങളൊക്കെ ഷോറൂമിൽ ഹിസ്റ്ററി ഉണ്ട്. 2016 മാനുഫാക്ചർ. അതും സെക്കൻഡ് ഓണർഷിപ്പിലാണ്. വേറെ മേജർ ആയിട്ടുള്ള റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് കമ്പനി ചേഞ്ച്ഡ് ആണ്. ഷോറൂം ഹിസ്റ്ററിയിലുണ്ട്. ഈ വാഹനം CNG കയറ്റിയിട്ട് ഒരു കൊല്ലം ആയിട്ടുള്ളൂ. അതിന്റെ ഇതൊക്കെ അതിൽ അകത്തുണ്ട്. 2025 കാര്യങ്ങളൊക്കെ 2 കൊല്ലം ഉണ്ട്. 2 കൊല്ലം 3 കൊല്ലം ഉണ്ട്. 3 വർഷം ഉണ്ട്. അതുപോലെ തന്നെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. CVT ഓട്ടോമാറ്റിക്കലി CNG ആണ്. നിങ്ങൾ 14 ദിവസത്തിനുള്ളിൽ വാഹനം എടുക്കുകയാണെങ്കിൽ ഫുൾ ടാങ്ക് ഫ്യൂലും കിട്ടും, ഫുൾ ടാങ്ക് CNG കിട്ടും. 5,90,000 ഈ ഒരു വാഹനം കൊടുക്കാൻ പറ്റും. ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണും ചെയ്യാം. അടിപൊളി ഓഫറാണ്. 2 ഫ്യൂലും കിട്ടും. 2 കൂടി കിട്ടുമ്പോൾ അത്യാവശ്യം നല്ലൊരു കിലോമീറ്റർ ഓടാനുള്ള, വെക്കേഷൻ നല്ല ട്രിപ്പ് പോകാനുള്ള എണ്ണ വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാം. അടുത്താണ് നമുക്കൊരു പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ് ഇറ്റിയോസ് ലിവ. കേരള വണ്ടിയാണോ? കേരള വണ്ടിയല്ല, അതർ സ്റ്റേറ്റ് നമ്പർ ആയതാണ്. സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. ചേഞ്ചിങ്ങോ പ്ലാറ്റിനം ടൈപ്പ് ഒന്നും ചെയ്തില്ല. സ്റ്റോക്ക് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡൽ? 2014 മോഡല്. 14 മോഡലിൽ തന്നെ നമുക്ക് ഡുവൽ ടൂൺ കമ്പനി വരുന്നതല്ല, അഡീഷണൽ ചെയ്തിട്ട് കസ്റ്റമർ അതിൽ RC തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 1.25 റേഞ്ചിലാണ് വാഹനം ഓടിയിട്ടുള്ളത്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു വാഹനം നമുക്ക് ഓഫർ റേറ്റ് ആണ്. 3,25,000 രൂപ കൊടുക്കാം. ചെറിയൊരു പ്രൈസ്. 3,25,000 രൂപക്ക് 2014 ഇറ്റിയോസ് ലിവ. അതും അടിപൊളി ഇന്റീരിയർ, ബീജ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത്. അടിപൊളി കണ്ടീഷനിലുള്ള ഈ ഒരു വാഹനം നിങ്ങൾക്ക് 3,4 ലക്ഷം രൂപയിൽ 2.25-3 ലക്ഷം വരെ ലോൺ ചെയ്തു. ഒരു 19 രൂപ ഉണ്ടെങ്കിൽ 15,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി സുഖമായിട്ട് നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറങ്ങാം. അത് നമ്പർ ആയ വണ്ടി 20 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് കിട്ടും. അതെ. അപ്പൊ നമുക്ക് വീണ്ടും ലോ കിലോമീറ്റർ ബസ് ആയിരിക്കും. വീണ്ടും ലോ കിലോമീറ്റർ. ഇത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം സംഗതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് കണ്ട് കസ്റ്റമർ ഡയറക്റ്റ് പർച്ചേസ് ആണ്. അതുകൊണ്ട് ഇത് ചുമ്മാ നമ്മൾ പറയുന്ന ഒരു കിലോമീറ്റർ വാറണ്ടി അല്ല. നിങ്ങൾ തന്നെ ബൈ റോഡൊക്കെ ഓടിച്ചൊക്കെ പോരുന്നതാണ് മിക്ക വണ്ടികളും. തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു? ഇതൊക്കെ മെറ്റൽ ബോഡിയിൽ റീപെയിന്റ് കയറാത്ത വാഹനങ്ങളാണ്. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ചെറിയ സ്ക്രാച്ചുകൾ മാത്രമേ നമുക്ക് ടച്ച് ചെയ്യാനുള്ളൂ. വണ്ടി വാഹനമൊക്കെ വന്നു കഴിഞ്ഞാൽ ഷോറൂമിൽ നിന്ന് ഒരു വാഹനം എടുക്കുന്ന
എങ്ങനെയാണോ അതേ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇത് ഏറ്റവും ഫുൾ ലോഡ് ആണോ? ഏറ്റവും ടോപ്പ് എൻഡ് അല്ല, ZDA ആണ്. ZDA പ്ലസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇത് നമുക്ക് പ്രൊജക്ടർ ലാമ്പ് ഇതിൽ വരുന്നുണ്ട്. ഇതിൽ ബട്ടൺ സ്റ്റാർട്ട് മാത്രമേ കുറവുണ്ടാവുള്ളൂ, ബാക്കി എല്ലാം കമ്പനി മാനുവൽ ആണ്. 59,000 കിലോമീറ്റർ വിത്ത് സർവീസ്, കമ്പനി ഇൻഷുറൻസ്, 4 പുത്തൻ ടയർ, അതും സർവീസ് ബുക്ക്, സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലുണ്ട്. ഈ ഒരു വാഹനം ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പുറത്ത് ഷോറൂം ഉണ്ട്, മാരുതിയുടെ ഷോറൂം ഉണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഏത് അടിമുടി ചെക്ക് ചെയ്ത് മാത്രം എടുത്താൽ മതി. ഒരു ക്ലെയിമോ റീപ്ലേസ് ഒന്നും കയറാത്ത വാഹനമാണ്. ഞാൻ എടുക്കുമ്പോൾ ഈ വാഹനത്തിന് പമ്പറിൽ പോലും പെയിന്റ് ചെയ്തിട്ടില്ല. ഞാനാണ് ഈ വാഹനത്തിൽ ആദ്യം ചെയ്യുന്നത്. മറ്റൊരു വാഹനത്തിൽ ഇതുപോലെ തന്നെ ZDA പ്ലസ് ഉണ്ട്, സെയിം കണ്ടീഷനാണ്. ഇപ്പോൾ ടച്ചപ്പിന് കയറ്റിയിട്ടുണ്ട് വണ്ടി. ഇത് നമുക്ക് 6,90,000 രൂപ വിത്ത് NOC. നിങ്ങളുടെ പേരിലോട്ട് NOC എടുത്ത് കഴിഞ്ഞാൽ ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റും. നേരെ നമുക്ക് ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി. അടുത്തൊരു ഫസ്റ്റ് ജനറേഷൻ ക്ലച്ച് ആണ്, അതും ഫുൾ ബ്ലാക്കിൽ. ക്ലച്ച് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. 2017 ആണ് മോഡൽ. കേരള വണ്ടി തന്നെയാണ്. കേരള വണ്ടി 17 ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓണർഷിപ്പ് 2017 ലാസ്റ്റ് XX ഓപ്ഷൻ വരുന്ന ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന ഓട്ടോമാറ്റിക്. ഇതിൽ ഏറ്റവും ടോപ്പ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. ഇത് നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് 8,50,000 രൂപ. ബ്ലാക്ക് എഡിഷനിൽ അതും അടിപൊളി ലെതർ സീറ്റ്, ഒരു 4 പുത്തൻ ടയർ, പുത്തൻ ഇൻഷുറൻസ്, വേറെ മെയിൻ ഗ്ലാസോ ഒന്നും റീപ്ലേസ് ഇല്ല. ബാക്ക് ഡിക്കി റീപ്ലേസ് ഉണ്ട്, ഡിക്കി ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. അത് ഷോറൂം ഹിസ്റ്ററിയിലുണ്ട്. A to Z സർവീസ് ഉള്ള വാഹനം. വണ്ടി അപാര പെർഫോമൻസ് ആണ്, നല്ല ക്വാളിറ്റിയാണ്. എടുക്കുന്ന കസ്റ്റമർക്ക് ഫുൾ ടാങ്ക് എണ്ണയും നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ 14 ദിവസം വണ്ടി എടുക്കുക വിഷുവിന് വരെയുള്ള ഓഫറാണ്. അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക്കല് അതും ഫുൾ ബ്ലാക്കിൽ ബഡ്ജറ്റ് പ്രൈസിൽ ക്ലച്ച് നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ 8,50,000 രൂപ. 9,35,000 വരെ ലോണും ചെയ്യാം. അപ്പൊ അതാണ് നമുക്കൊരു 3-4 മാസം ക്യാഷ് ബാക്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പൊ ഒരു 3-4 മാസത്തെ, ഒരു 4-5 മാസത്തെ EMI നമുക്ക് ഓൾറെഡി വേണമെങ്കിൽ ക്യാഷ് ബാക്കിൽ നമുക്ക് വാങ്ങാൻ പറ്റും. ഇത് ഫുൾ ഓപ്ഷൻ വാഹനങ്ങളാട്ടോ, അതൊക്കെ ഓഫർ റേറ്റ് ആണ്. അതും ഡീസൽ ഓട്ടോമാറ്റിക്. അടുത്താണ് നമുക്ക് ക്രെറ്റയാണ്. ക്രെറ്റന്റെ സെക്കൻഡ് ജനറേഷൻ 2018 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ്. നമ്മളാണ് ഇപ്പൊ ഇതിന്റെ ഓണർ. ഫസ്റ്റ് ഓണർ നമുക്ക് വിറ്റതാണ്. അവര് നമ്മൾ പേര് മാറാൻ വേണ്ടി ധൃതി കൂട്ടിയപ്പോൾ നമ്മൾ പേരിലോട്ട് മാറി. നിലവിൽ ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകത വെച്ചാൽ കമ്പനി പെയിന്റിന്റെ മുകളിൽ റീപെയിന്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം. ഗ്യാരണ്ടി ചെയ്താൽ പറ്റും. ഇത് നിലവിൽ ടാക്സി വാഹനമാണ്. നമുക്ക് പ്രൈവറ്റിൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം, ടാക്സിക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഈ ഒരു വാഹനം നമുക്ക് നിലവിൽ ഓഫർ ഉണ്ട്. 6,50,000 രൂപക്ക് നിങ്ങൾക്ക് ഈ കണ്ടീഷനിൽ തരാൻ പറ്റും. 6,00,000 വാങ്ങുന്ന പ്രൈസിനാണ് 18 മോഡൽ ക്രെറ്റ. 18 മോഡൽ റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ ഇല്ലാന്ന് മാത്രമല്ല റീപെയിന്റ് പോലും വണ്ടിയിൽ കയറിയിട്ടില്ല. അത്ര 100% ഗ്യാരണ്ടിയിൽ ഇവിടുന്ന് 6,00,000 രൂപ. ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ പോയ ഉണ്ടാന്റെ ഷോറൂം ഉണ്ട്. നേരെ കൊണ്ടുപോയിട്ട് A to Z സർവീസ് ചെക്ക് ചെയ്ത് മാത്രം എടുത്താൽ മതി. നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റൂല. മാക്സിമം ലോണും ചെയ്യാലോ. തീർച്ചയായിട്ടും. അടുത്ത നമുക്കൊരു ടാറ്റ നെക്സോൺ ആണ്. പൊളി കളറാണ്, ഒരു സ്പെഷ്യൽ ഗ്രീൻ. എങ്ങനെയായിരുന്നു? ആർമി ഗ്രീൻ എന്നൊക്കെ പറയാം. 2021 വാഹനം, 21 നെക്സോൺ. 2021 നെക്സോൺ നിങ്ങൾക്ക് 6,00,000 രൂപ. ഡീസലാണ് നോക്കണം. ഡീസൽ മൈലേജ് എന്തായാലും 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. SM ആണ് വേരിയന്റ്. AC പവർ സ്റ്റാരിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട്. ഈ ഒരു പ്രൈസിനൊന്നും നെക്സോൺ കിട്ടൂല. അത് അടിപൊളി ക്വാളിറ്റി സിംഗിൾ ഓണർ. 72,000 കിലോമീറ്റർ വിത്ത് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അത് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. 2018 അല്ല 21 മോഡൽ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഹൈലൈറ്റ് മൈലേജ് അത് നമുക്ക് നല്ല പിന്നെ വയനാട് രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത്. ജെറ്റ് വാഹനങ്ങളാണ്. ഫസ്റ്റ് തന്നെ വാഗണർ. വാഹന പ്രായമുള്ളവർക്കൊക്കെ നമുക്ക് നല്ല യാത്രാ കംഫർട്ട് കിട്ടുന്ന ഒരു വാഹനമാണ്. മെയിൻ്റെനൻസും പൊതുവെ കുറവാണ്. 2010 മോഡലാണ്. 30 വരെ പേപ്പർ ഉണ്ട്. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വാലിഡ് ആണ്. ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പുതിയത് എടുത്തതിന് ഒരു പ്രശ്നവും ഈ ഒരു വാഹനത്തിലില്ല. നിലവിൽ മെക്കാനിക് കാര്യങ്ങളൊക്കെ പക്ക. അതായത് AC പവർ സ്റ്റാരിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട് എല്ലാം വർക്കിംഗ് ആണ്. ടയർ കണ്ടീഷൻ ഒരു 90% മുകളിലുണ്ട്. സീറ്റ് കവർ പുതിയതാണ്. ഒരു റീപ്ലേസ് ഇത്രയും വർഷമായിട്ട് ഒരു റീപ്ലേസ് ഈ വണ്ടിയിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ പേരിലോട്ട് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി മാറ്റിയതാണ്. ഈ ഒരു വാഹനം നമുക്ക് ഓഫർ ഉണ്ട്. 1,60,000 രൂപക്ക് നെറ്റ് കൊടുക്കാം. 1,60,000 പേപ്പർ എടുത്ത വണ്ടിയാണ്. നമുക്ക് ചെറിയൊരു പ്രൈസിന് എടുക്കാം. ഇനി അതേപോലെ തന്നെ ചെറിയൊരു ബഡ്ജറ്റ് നല്ലൊരു അടിപൊളി കാർ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇയോൺ. അതും മാഗ്ന പ്ലസ്. AC പവർ സ്റ്റാരിംഗ് ഫുൾ ഓപ്ഷൻ വരുന്നതാണ്. പവർ വിൻഡോ അടക്കം വരുന്ന കമ്പനി മ്യൂസിക് സിസ്റ്റം അടക്കം ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന വണ്ടിയാണ്. അതും
2013 രജിസ്റ്റർ വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് 12-13 രജിസ്റ്ററാണ് 1.35 കൊടുക്കുക. 1.35 മാഗ്ന പ്ലസ് ആട്ടോ, ഏറ്റവും ടോപ്പ് വേരിയന്റ് വാഹനം കൊടുക്കാം. മാസം ഒരു 4,000-5,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് EMI ആയിട്ട് വണ്ടി 20,000 രൂപ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റിൽ ഇട്ട് വണ്ടി ഇറക്കാം. 20,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം. ഒരു 2,000, 2,500, 3,000 രൂപ EMI വണ്ടി കൊണ്ടുപോകും. ഒരു മാസം നമ്മളൊരു 3,000 രൂപ മാറ്റി വെച്ചാൽ സുഖമായിട്ട് വണ്ടി ഉണ്ടാവും. ഇറക്കാൻ ഒരു 20,000 ഉറുപ്പിക ഉണ്ടായാലും. അതെ അതെ, ടയറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ്. വേറെ റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിലില്ല. അടുത്ത നമുക്കൊരു എലൈറ്റ് i20 ആണ്. എലൈറ്റ് i20 2015 മോഡൽ എലൈറ്റ് i20. നമ്പറൊക്കെ നല്ല അടിപൊളി നമ്പറാണ്. 4.5 ലക്ഷം രൂപ കൊടുക്കാം. 4.5 ലക്ഷം രൂപ പൊട്ടിച്ച പ്രൈസ് ആണ്. 756. അതെ, നമ്പറൊക്കെ വരുന്നത് സ്പോർട്സ് വേരിയന്റ് ആണ്. ഡയമണ്ട് കട്ട് വീല് എല്ലാം വരുന്ന, ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്ന വാഹനമാണ്. ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകത റീപ്ലേസ് ഇല്ല. 1,20,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. 2015 സ്പോർട്സ് എഡിഷൻ, പെട്രോൾ അല്ല ഡീസൽ ആണ്. 4.5 ലക്ഷം രൂപയിൽ 4 ലക്ഷം ലോണും ചെയ്യാം. 50 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. ഡീസലിൽ ഒരു 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അത് നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും റിവേഴ്സ് ക്യാമറ അടക്കം, സെൻസർ അടക്കം വരുന്ന വണ്ടിയാണ്. അടുത്ത റെനോ കിഡ് റെനോൾട്ട് 2017 മോഡൽ. 17 മോഡൽ ലോ കിലോമീറ്റർ ആണ് കേട്ടോ. അത് വെറും 50,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 2.25 ലക്ഷം രൂപ. ചെറിയ പ്രൈസിന് ഓട്ടോമാറ്റിക് കിഡ് 50,000 കിലോമീറ്റർ, അതും 4 പുത്തൻ ടയർ, പുതിയ ഇൻഷുറൻസ്, പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വാഹനം 2.25 ലക്ഷം രൂപയിൽ ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ചെറിയ കിലോമീറ്റർ ഒരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതെ, ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകത നമ്മൾ ഓട്ടോമാറ്റിക്കലി ലാഗ് കുറവാണ് ഈ വാഹനത്തിൽ. 1000 cc ഉള്ള ലാഗ് കുറഞ്ഞൊരു വാഹനം. വൈഫിന് അത്യാവശ്യം ഓടിച്ചാണ്ടൊക്കെ പഠിപ്പിച്ചാനൊക്കെ നോക്കിയാൽ ഈ വണ്ടിയിലെ വേറെ വണ്ടിയില്ല. അതുകൊണ്ട് ഈ വണ്ടിനെ കുറിച്ച് മൂപ്പിന് നല്ല ധാരണയാണ്. ഞാൻ പേഴ്സണലായിട്ട് ഉപയോഗിച്ചൊരു പരിചയമുണ്ട് എനിക്ക് കിഡ്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് പറയാൻ. എന്താ കിഡിനെ കുറിച്ച് പറയുമ്പോൾ മുപ്പൊരു പ്രത്യേകം വാചാല. ഈ ആദ്യം തുടങ്ങുമ്പോൾ ഈ വണ്ടിയുടെ ഗിയർ നോബ്, ഞാൻ പറഞ്ഞ മിക്സിന്റെ തിരിച്ചുള്ള മാതിരിയാണ് ഇതിന്റെ ഗിയർ. അപ്പൊ അത്ര സിമ്പിൾ ആണ് അല്ലേ. അടുത്ത 2 ബലാനകൾ വരുന്നുണ്ട് അല്ലേ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2019 CVT ഓട്ടോമാറ്റിക്. 18 വളരെ റയറാണ്. അത്യാവശ്യം പ്രീമിയം ലെവലിൽ വരുന്ന കുറച്ചു കാലം എഡിഷൻ ആയിട്ട് ഇറങ്ങിയ ഒരു ഗിയർ ബോക്സ് ആണിത്. അതും അടിപൊളി ക്വാളിറ്റിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് ഈ ഒരു വാഹനം. അതും A to Z സർവീസിന്റെ PDF നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുന്ന വാഹനമാണ്. സിംഗിൾ ഓണർ ആണ്. ലേഡി ഡോക്ടറാണ്. അതൊക്കെ ഞാൻ ഒറിജിനൽ ഡോക്ടറാണ്. അതൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ആ ചിഹ്നം കണ്ടിട്ടാണ് അതിന് കമന്റ് അടിക്കണം. അതെ, അതൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണ്, CVT ആണ്. A to Z ഹിസ്റ്ററി, സർവീസ് ബുക്ക്, സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു റീപ്ലേസും വണ്ടിയിലില്ല. നമുക്ക് ഈ ഒരു വാഹനം 6.40 റേറ്റ്. ഏകദേശം ഒരു 6 ലക്ഷത്തിന്റെ അടുത്ത് ലോണും ചെയ്യാൻ പറ്റും. അതും നിങ്ങൾക്ക് CVT ഓട്ടോമാറ്റിക്കലി ആൽഫ വേരിയന്റ്, ഏറ്റവും ടോപ്പ് വേറെ ഓപ്ഷൻ ഇല്ല. വണ്ടി കമ്പനി ഇറക്കിയിട്ടില്ല. വണ്ടി ഇറക്കും. നല്ല പ്രൊജക്ട് ഹെഡ് ലാമ്പും ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതേപോലെ തന്നെ വീണ്ടും നമുക്ക് സെയിം ഒരു ബലാനയാണ്. 2020 ബലേനോ. 20 ബലേനോ ഡെൽറ്റ ആണ് വേരിയന്റ്. നിലവിൽ 90,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. വേറെ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. 4 പുതുപുത്തൻ ടയറുണ്ട്, അലോവീലുണ്ട്, മാക്സിമം നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. ഈ ഒരു കയറിയിട്ടില്ലാത്ത വാഹനമാണ്. ഈ ഒരു വാഹനം നമുക്ക് ഓഫർ ഉണ്ട്. 5.25 ലക്ഷം രൂപ കൊടുക്കാം. 5.25 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോണും ചെയ്യാം. അതാണ് ഓഫർ റേറ്റ് ആണ്. നമുക്ക് നിലവിൽ എന്താ വെച്ചാൽ ഫുൾ ടാങ്ക് ഫ്യൂലും കിട്ടും. അതെ, കൂടെ തന്നെ നമുക്ക് അത്രയും നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അഷ്യൂർ ചെയ്യുന്നുണ്ട്. പ്രൊജക്ടർ ലാംസ് കാര്യങ്ങൾ, കമ്പനി എല്ലാം നമ്മൾ വന്നിട്ടുള്ള ഒരു വാഹനമാണ്. ഫ്രണ്ട്സ്, നമ്മൾ 3 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ഒരു പാർട്ട് താൽക്കാലികമായിട്ട് ഇവിടെ നിർത്തുകയാണ്. അപ്പൊ അടുത്ത 2 പാർട്ടിന് നിങ്ങൾ വെയിറ്റ് ചെയ്തോളി. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മൾ ചെറുകോട് 28 വണ്ടൂരാണ്. ഊട്ടി റോഡിലായിട്ടാണ് ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്പറൊക്കെ വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക. വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നേരെ വിഷുവിന് മുന്നേ പോരും. എന്താണെന്ന് വെച്ചാൽ വിഷുവിനാണ് അടിച്ചു പൊളിക്കാനുള്ള ഫ്യൂവൽ നമ്മൾ ഫുൾ ടാങ്ക് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് കിട്ടും എന്ന് കരുതി ഇതിന് പ്രൈസ് കൂടുതലോ കൂട്ടിലോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. 100ഓളം വാഹനങ്ങളുണ്ട്. 70ഓളം വാഹനങ്ങൾ നമുക്ക് ഫുൾ ഓൺ ചെയ്യാം.